എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇലകൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും മനസ്സിലാവും. ഇതിന് ഇത്തിൽ കണ്ണി അല്ലെങ്കിൽ എത്തിക്കണ്ണി എന്ന് പറയും. നമ്മുടെ അവിടെ സാധാരണയായിട്ട് കാണുന്ന മാവുകളിൽ ധാരാളമുണ്ട്. മാവിൻ്റെ പല ശിഖരങ്ങളിലും ഇത് തഴച്ചു വളർന്ന് ആ ശിഖരങ്ങളിനെ ഉണക്കിക്കളയും, അല്ലെങ്കിൽ മാവിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. വളരെയധികമായി കഴിഞ്ഞാൽ ആ ശിഖരം ഉണങ്ങിപ്പോവും. കാരണം ആ ശിഖരത്തിലൂടെ ഇലകളിലേക്ക് വരുന്ന വെള്ളവും വളവും കംപ്ലീറ്റ് ഇവർ വലിച്ചെടുക്കും. ഒരു തരി മുന്നോട്ട് പോകാൻ അവർ സമ്മതിക്കില്ല, മുഴുവനും ഇവരെടുക്കും. ഇവർ നല്ലോണം പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രിയൻസ്, വെള്ളം എല്ലാം ചെടിയുടെ വേരുകൾ വലിച്ചെടുത്ത് കൊണ്ടുവന്ന് പല ശാഖകളിലേക്ക് അയക്കുന്നതൊക്കെ വഴിക്ക് വെച്ച് തടഞ്ഞ് ഇവർ മോഷ്ടിക്കും. പാരസൈറ്റ് എന്ന് പറയും. പാരസൈറ്റാണ് ഇവർ. പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ഒരു ചെടിയാണത്. മറ്റൊരാളുടെ വളം മോഷ്ടിച്ച് ഭക്ഷിച്ച് ആഹാരം അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് മോഷ്ടിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ചെടിയാണ്. സാധാരണ നമ്മുടെ അവിടെ മാവിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചില സവിശേഷതകൾ ഞാൻ നിങ്ങളോട് പറയാമെന്ന്. അതിൻ്റെ പൂവാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണും. എങ്കിലും നമ്മുടെ വീട്ടിലൊരു മാവുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇത്തൽ കണ്ണി ഇന്ന് വെട്ടി മാവിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില്ലകൾ. അപ്പോൾ കുറേ പൂവ് കിട്ടി, ഒരു പഴവും കിട്ടി. അപ്പം ഞാൻ ആ പൂവും പഴമൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ പൂവുകൾ ഞാൻ എൻ്റെ ഒരു ഡിന്നർ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്, ഇനിയും കുറേ അവിടെ ഉണ്ട്, താഴെ കിടക്കുന്നുണ്ട്. പക്ഷേ പറക്കിയെടുക്കാൻ പാടാ, കാരണം മണ്ണ് നിറഞ്ഞു. ഇന്നലെ ശക്തിയായിട്ടുള്ള മഴയായിരുന്നല്ലോ രാത്രി. അതുകൊണ്ട് അതിലൊക്കെ മണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള മാത്രം, കേടവത്ത് മാത്രം ഞാൻ പറക്കിയെടുത്തുള്ളൂ. കുറച്ച് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് പറക്കിയെടുത്താൽ അതൊരു ഡിന്നർ പ്ലേറ്റിൽ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നടുവിലിരിക്കുന്നതാണ് അതിൻ്റെ പഴം. നല്ല ചുമന്ന കളറാണ് പഴം. ആ പഴത്തിന് ചില സവിശേഷതകളുണ്ട്, ഞാൻ അവസാനം പറയാം. വളരെ ട്രിക്കിയാണ് ആ സംഭവം. പലർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആവട്ടെ. ബേസിക്കലി കിളികളാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത്, വംശവർധന. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് കൊണ്ടുപോയി നടുന്നത് കിളികളാണ്, പക്ഷികളാണ്. ഇവർ ഭൂമിയിലേക്ക് വരില്ലല്ലോ, ഇവർ മുകളിൽ തന്നെയാണ് ഇവരുടെ ലൈഫ്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് താഴേക്ക് വരുന്ന പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത മനോഹരമായിട്ടുള്ള ഇത്തിക്കണ്ണിയുടെ പൂക്കൾ കാണാം. അതിൻ്റെ ഒരു പഴം ഞാൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, അത് കാണാം. ആ പഴത്തിൻ്റെ സവിശേഷതകളിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിന്. ഇപ്പം നിങ്ങളതിൻ്റെ ഡിഫറെൻറ്റ് ക്ലോസപ്പും ലോങ് ഷോട്ടൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ എടുത്ത് ഈ ഒറ്റ പൂവായിട്ട് കാണിക്കാം നിങ്ങൾ. സിംഗിൾ ഫ്ലവർ, ഇതാണ് സിംഗിൾ ഫ്ലവർ. നല്ല മനോഹരമായിട്ടുള്ളൊരു കളറാണ്. ഒരുതരം ചുവപ്പല്ല, ഒരുതരം വയലറ്റ് കളറാണ്, അല്ലെങ്കിൽ റോസ് എന്ന് പറയാം, അതുപോലുള്ളൊരു കളറാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പഴം നമുക്കൊന്ന് ഞെക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു പുറത്തേക്ക് എടുക്കാം. കുരു പുറത്തേക്ക് ആദ്യം നിങ്ങൾക്കത് ഒന്നുകൂടി ക്ലോസപ്പ് ചെയ്ത് കാണിക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് കുരു പുറത്തേക്ക് എടുക്കാം. പക്ഷികളിത് കഴിക്കുമ്പോൾ ആ വിത്ത് അതിൻ്റെ കൊക്കിലൊട്ടിപ്പിടിക്കും. അത് വേറൊരു മരത്തിൽ പോയി അവിടെ ഉരച്ച് അത് വെടുപ്പാക്കും. ഇതാ ഞെക്കുകയാണ്, 2 വിരൽ 3 വിരൽ വെച്ചിട്ട് ഞെക്കിയപ്പോൾ കുരു പുറത്തേക്ക് വന്നു. ഒരു ചെറിയ പച്ചപ്പുള്ളൊരു കുരുവാണ്. ഒരു മരത്തിൽ നിന്ന് പഴം തിന്ന കിളി അല്ലെങ്കിൽ കാക്ക ആ വിത്ത് കൊക്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് മറ്റൊരു മരത്തിൽ ചെന്ന് അതിൻ്റെ ചില്ലയിലിരുന്ന് 2 പ്രാവശ്യം അങ്ങോട്ട് ഇട വരയ്ക്കുമ്പോൾ ഈ വിത്ത് നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് അതിൽ പറ്റിപ്പിടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. ഈ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അത് വിരലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം. അത് ആ പേസ്റ്റ് പശ ഡ്രൈ ആവുന്നതോറും സ്റ്റിക്കിനെസ് കൂടും. പിന്നെ പിടിക്കാൻ പാടാ, അത്രയും നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നത്.
അതൊരു പ്രത്യേകതയാണ് അതിൻ്റെ.